കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ +1 NCERT സിലബസിലെ മാത്സിന്റെ കോണിക് സെക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ കോണിക് സെക്ഷൻസ് എന്താന്ന് അറിഞ്ഞിരിക്കണം. കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോണിനെ, ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഒരു കോണ്. ഈ കോണിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. ഈ കോണിനെ ഒരു പ്ലെയിൻ ഉപയോഗിച്ച് നമ്മൾ പാരലൽ ആയിട്ട് ഡിഫറെന്റ് ആംഗിൾസിൽ കട്ട് ചെയ്യുക. അങ്ങനെ ഇതിന്റെ ടോപ്പ് പൊസിഷൻ നമ്മൾ 90 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ 90 ഡിഗ്രിനേക്കാളും കുറഞ്ഞിട്ട് നമ്മൾ ചെരിഞ്ഞ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എലിപ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ആംഗിള് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പരാബോള. അതുപോലെ വരുന്നതാണ് ഒന്ന് ഹൈപ്പർബോള. അപ്പൊ കോണിക് സെക്ഷൻസിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 സെക്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തത് സർക്കിൾ, രണ്ടാമത്തത് എലിപ്സ്, മൂന്നാമത്തത് പരാബോള, നാലാമത്തത് ഹൈപ്പർബോള. അതിൽ ഓരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ സെക്ഷൻ വരുന്നത് നമ്മൾ സർക്കിൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ആയിട്ട് അതിനൊരു സെന്റർ ഉണ്ടായിരിക്കും. ആ സെന്ററിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സി എന്ന് പറയുന്ന ലെറ്റർ. ഇനി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളില് ഏതൊരു പോയിന്റിലോട്ട് നമ്മളൊരു ലൈൻ വരച്ചാലും ആ ലൈനിനെ പറയുന്ന പേരാണ് റേഡിയസ്. സ്മോൾ ലെറ്റർ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ആ സർക്കിളിലെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് പി എന്ന് പറയുന്ന പോയിന്റ്. ആ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് ആക്സിസും ഉണ്ടാവും, എക്സ് കോർഡിനേറ്റും ഉണ്ടാവും, അതിന് വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പൊ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എത്രയാന്ന് നമുക്ക് അറിയില്ല. അത് നമ്മൾ എടുക്കുന്ന ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വരയ്ക്കുന്ന സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കും. ഇനി ഈ സർക്കിളിന് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനില് എച്ച് കോമ കെ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ സെന്ററും ആർ എന്ന് പറയുന്നത് സർക്കിളിന്റെ റേഡിയസുമാണ്. ഇനി നമ്മൾ ഒറിജിൻ, ഇപ്പൊ സെന്റർ ഒറിജിൻ ആയിട്ട് നമ്മളൊരു സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഒറിജിൻ എപ്പോഴും 0 സെന്റർ ഒറിജിൻ ആണെങ്കിൽ ആ കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ എച്ചും കെയും 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതേ ഇക്വേഷൻ, ഈ നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷനില് നമ്മൾ എച്ചും കെയും എന്താണ് വരാ? 0 ആണ് വരാ. 0. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് എച്ചിന്റെ പ്ലേസിൽ നമ്മൾ 0 എന്ന് കൊടുക്കുക. കാരണം സെന്റർ 0 ആയതുകൊണ്ട് എച്ച് എന്ന് പറയുന്ന കോർഡിനേറ്റും 0 ആണ്, അതുപോലെ കെ എന്ന് പറയുന്ന കോർഡിനേറ്റും 0 ആണ്. അപ്പൊ എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആണ് ആർ സ്ക്വയർ. അതിൽ നമുക്കറിയാം എക്സ് മൈനസ് 0ക്ക് വാല്യൂ, അപ്പൊ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എക്സ് സ്ക്വയർ എന്നാ വരാ, പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ ഇക്വേഷൻ ഒറിജിൻ 0 ആണെന്നുണ്ടെങ്കിൽ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നമ്മളിവിടെ 2 ഇക്വേഷൻ ആണ് സർക്കിളിൽ പഠിക്കുന്നത്. ഒന്ന് ഒറിജിൻ ഏതെങ്കിലും വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയും, ഒറിജിൻ 0 അതായത് സെന്റർ 0 വന്നു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ്
വൈ സ്ക്വയർ സി ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഫോർ എക്സാമ്പിള്, നമുക്കൊരു സർക്കിളിന്റെ സെന്റർ തരാണ് അവര് 0 0 എന്ന്, ഒറിജിനാന്ന് പറയാണ്. ഇനി ഈ സർക്കിളിന്റെ റേഡിയസ് അവര് തരാണ് 5 സെന്റിമീറ്റർ ആണ് റേഡിയസ് തന്നിരിക്കുന്നത്. ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒറിജിൻ 0 0 ആയ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയറിന്റെ അവിടെ ആർ ഇവിടെ നമുക്കറിയാം റേഡിയസ് 5 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 5 സ്ക്വയർ. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ എന്താണ് 25. 5 into 5 25. അപ്പൊ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25. ഇതാണ് ഒറിജിൻ 0 0യും റേഡിയസ് 5 സെന്റിമീറ്ററുമായ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ്, സെന്റർ നമുക്ക് തരാണ് വേറൊരു നമ്പർ. നമുക്ക് സെന്റർ തരുന്നത് 4,5. അതായത് നമ്മുടെ H, K എന്ന് പറയുന്ന നമ്മുടെ സെന്റർ നമുക്ക് തരുന്നത് 4,5 എന്ന് പറയുന്നതും റേഡിയസ് നമുക്ക് തരുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ 4 സെന്റിമീറ്ററും ആണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം സർക്കിളിന്റെ സെന്റർ വന്നിട്ട് 4,5. ഇവിടുന്ന് ഈ റേഡിയസ് വന്നിട്ട് 4 സെന്റിമീറ്ററുമാണ്. ഈ സർക്കിളിന്റെ ആണ് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതില് എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, എക്സിന്റെ വാല്യൂ നമുക്കറിയില്ല, എക്സ് തന്നെയാണ്. എക്സ് മൈനസ് എച്ച് എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 4 ആണ്. 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുന്ന വാല്യൂ വൈ നമുക്കറിയില്ല, ഇക്വേഷനിൽ വൈ വരും. വൈ മൈനസ് കെയുടെ വാല്യൂ നമുക്കറിയാം 5 ആണ്. 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 4 സ്ക്വയർ. എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ അതേപോലെ നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ, ഇവിടെ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. അത് വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എക്സ്പാൻഡ് ചെയ്യണ സമയത്ത് എക്സ് സ്ക്വയർ മൈനസ് 4 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 8x പ്ലസ് 4 സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ മൈനസ് 10y പ്ലസ് 5 സ്ക്വയർ എന്ന് കിട്ടും. ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് ആണ് കിട്ടുക. ഇതിൽ നിന്ന് നമ്മൾ എക്സ് സ്ക്വയർ എഴുതാം, അതുപോലെ അടുത്ത ടേം വൈ സ്ക്വയർ നമ്മൾ എഴുതാം, പിന്നെ വരുന്ന ടേം ആണ് 8x. ആ 8x എന്ന് പറയുന്ന ടേം എഴുതാം, അതുപോലെ മൈനസ് 10y എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. പിന്നെ 4 സ്ക്വയർ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ടേമുകളാണ്. 4 സ്ക്വയർ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്, അതുപോലെ ഇവിടെ 5 സ്ക്വയർ എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. അപ്പൊ 25ഉം 16ഉം ആഡ് ചെയ്യുക. 25ഉം 16ഉം ആഡ് ചെയ്ത 41 കിട്ടും. 41ൽ നിന്ന് 16 മൈനസ് ഈ പ്ലസ് 16 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് മൈനസ് 16 ആവും. അപ്പൊ 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 മൈനസ് 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 25 എന്ന് കിട്ടും. അപ്പൊ പ്ലസ് 25 ഈക്വൽ ടു 0. ഇതാണ് സെന്റർ 4,5ഉം റേഡിയസ് 4 സെന്റിമീറ്ററുമായ ഒരു
സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക രണ്ട് ടേംസിനെ. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത്രയും നേരം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് സർക്കിളിന്റെ സെന്ററും അതുപോലെ റേഡിയസും തന്നു, എന്നിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതാണ് ചെയ്തത്. ഇവിടെ നമുക്ക് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. പകരം നമ്മൾക്ക് അവർ തന്നിരിക്കുന്നത് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ്. അതില് നമുക്കറിയാം നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ നമ്മൾക്കറിയാം ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ എന്ത് റേഡിയസ്. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 36 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആർ സ്ക്വയറിന്റെ പ്ലേസിലാണ് എന്ത് തന്നിരിക്കുന്നത്, 36 തന്നിരിക്കുന്നത്. അപ്പൊ ആറാണ് നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്ക്വയർ ഈക്വൽറ്റിന്റെ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും, റൂട്ട് 36. അപ്പൊ ആർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതില് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റേഡിയസ് കിട്ടി, റേഡിയസ് 6 സെന്റിമീറ്റർ ആണ് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ സെന്റർ ആണ്. സെന്റർ നമുക്ക് ഇവിടെ +5ഉം -3ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ്. അതില് എക്സ് +5 ഹോൾ സ്ക്വയർ പ്ലസ് വൈ -3 ഹോൾ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അതിൽ നോക്കി നോക്ക്, ഈ കെയുടെ പ്ലേസിൽ ഇവിടെ കിടക്കുന്ന വാല്യൂ 3 ആണ്. അപ്പൊ നമുക്ക് കെ കിട്ടി 3, കെ കിട്ടി നമുക്ക് എന്താണ് 3 ആന്ന് കിട്ടി. ഇനി അറിയേണ്ടത് എച്ച് ആണ്. ഇവിടെ -h ആണ്, പക്ഷെ ഇവിടെ കിടക്കുന്നത് +5 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് -5 അങ്ങനെയാണ്. ഈ രണ്ട് മൈനസും ചേർന്നിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് വന്നത്, പ്ലസ് എന്ന് പറയുന്ന വാല്യൂ വന്നത്. അപ്പൊ നമ്മൾ 5 എടുക്കുമ്പോ ഇത് എക്സ് -5 ആണ്. അങ്ങനെയാണ് നമുക്ക് എക്സ് +5 എന്ന് വന്നത്. അപ്പൊ നമ്മുടെ എച്ചിന്റെ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ -5 വേണം എടുക്കാൻ. അപ്പൊ എച്ച് കോമ കെ എന്ന് പറയുന്ന നമ്മുടെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് -5, 3 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ സെന്റർ വരാ. അതുപോലെ റേഡിയസ് നമുക്ക് കിട്ടുന്നത് 6 സെന്റിമീറ്ററുമാണ്. അടുത്ത രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത്, അപ്പൊ സർക്കിൾ നമ്മൾ പഠിച്ചു, സർക്കിളിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു. അതുപോലെ 2 ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് ഇതിലുള്ളത്. ഒന്ന് നമുക്ക് സെന്ററും റേഡിയസും തന്നിട്ട് സർക്കിളിന്റെ ഇക്വേഷൻ എഴുതുന്നതും, ഇക്വേഷൻ തന്നിട്ട് സെന്ററും റേഡിയസും കണ്ടുപിടിക്കുന്നതുമായ 2 ടൈപ്പ് പ്രോബ്ലംസ് ആണ് സർക്കിളിൽ വരുന്നത്. സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് ഒറിജിൻ 0, 0 ആയുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഒറിജിൻ ഏതെങ്കിലും വാല്യൂ ആകുന്ന സമയത്ത് 0, 0 അല്ലാണ്ട് സെന്റർ വരുമ്പോൾ ഉള്ള ഇക്വേഷനും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് പരാബോള എന്ന് പറയുന്ന സെക്ഷൻ. പരാബോള എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ആർക്ക് പോലെയുള്ള ഈ ഒരു ഇതിനെ തന്നെ നമ്മൾ പരാബോള എന്ന് പറയുന്നത്. ഈ പരാബോളയിൽ നമുക്ക് അറിയേണ്ട ഒരു ടേം ആണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്ന ടേം. അതായത് പരാബോളയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ലൈനിനെ പറയുന്ന പേര്, ഫിക്സഡ് ലൈനിനെ പറയുന്ന പേരാണ് ഡയറക്ട്രിക്സ്. ഇവിടെ ഫിഗറിൽ റെഡ് കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ആ ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയതാണ് നമ്മുടെ പരാബോള. അതില് ഇതിപ്പോ നമ്മുടെ വൈ ആക്സിസിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു പരാബോളയുടെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു ഫോക്കസ് ഉണ്ടായിരിക്കും. ആ ഫോക്കസിനെ നമ്മൾ
ഇവിടെ ഗ്രീൻ കളറിൽ നോട്ട് ചെയ്തിരിക്കുന്നതാണ് ഫോക്കസ്. അതുപോലെ പരാബോള ആ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാബോളയുടെ ഈ ഒരു ഡിസ്റ്റൻസ്, ഇതിനെയാണ് നമ്മൾ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനുള്ള ഒരു ടേം ആണ് എക്സിൻട്രിസിറ്റി. എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദ റേഷ്യോ ബിറ്റ്വീൻ distance between a focus and point on the figure. The distance between the point of directrix is called eccentricity. അതായത് E is equal to C by A ആണ് നമ്മുടെ ഇക്വേഷൻ. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസും അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയറക്ട്രിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് എന്ത്, നമ്മുടെ എക്സിൻട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സ്മോൾ ലെറ്റർ ഇ കൊണ്ടാണ് എക്സിൻട്രിസിറ്റീനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പരാബോളയുടെ ടേംസ് എന്ന് പറയുന്നത്. ഡയറക്ട്രിക്സ് അതുപോലെ ഫോക്കസ്, ആക്സിസ്. ആക്സിസ് നമുക്ക് പിന്നെ അറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും, അതിലാണ് നമ്മുടെ പരാബോള നമ്മൾ വരയ്ക്കുന്നത്. അതുപോലെ എക്സിൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം, ഈ പറയുന്ന ടേംസ് നമുക്ക് എന്താന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യണ സമയത്ത് പ്രോബ്ലത്തിൽ ഈ ടേംസ് കയറി വരുന്ന സമയത്ത് ഏതാണ് എക്സെൻട്രിസിറ്റി, ഏതാണ് ലാറ്റസ് റെക്റ്റം, ഏതാണ് വെർട്ടെക്സ് അല്ലെങ്കിൽ ആക്സിസ് ഏതാണ്, ഫോക്കസ് ഏതാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് പരാബോളയില് 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഫോർമുലാസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഫോർമുലയാണ് നമ്മുടെ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഫോർമുല. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പരാബോള. ഈ ഇക്വേഷൻ വരണ സമയത്ത് നമ്മുടെ പരാബോളയുടെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗർ നമുക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിഗർ ആയിരിക്കും തരാം. അപ്പൊ ഫിഗർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ വൈ ആക്സിസിൽ പോയിന്റ് നമ്മൾക്ക് വരുന്നത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ പരാബോള വരുന്നത്. ഇതില് ഒരു ഫോക്കസ് ഉണ്ട്. ഈ ഫോക്കസ് A,0 എന്ന് പറയണ നമ്മുടെ എക്സ് ആക്സിസിലാണ് പോയിന്റ് വരുന്നത് ഫോക്കസ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ഡിനോട്ട് ചെയ്യുന്നത് A,0 എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമ്മൾ ഡയറക്ട്രിക്സ് വരച്ചിട്ടുണ്ട്. ആ ഡയറക്ട്രിക്സ് എക്സ് ഈക്വൽ ടു -a എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ഈ ഫിഗറില് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഫോർമുല വൈ സ്ക്വയറിന്റെ ടേമിലാണെങ്കിൽ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് വരാം. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഇനി ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0,0 ആണ്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആ O എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയ നോട്ട് ചെയ്ത പോയിന്റ് ആണ് നമ്മുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അത് 0,0 ആണ്. പിന്നെ അറിയേണ്ട പോയിന്റ് ആണ് ഫോക്കസ്. ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് A,0, അതാണ് നമ്മുടെ ഫോക്കസ്. പിന്നെ നമ്മുടെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അത് എക്സ് ഈക്വൽ ടു -a ആണ് നമ്മുടെ ഡയറക്ട്രിക്സ്. പിന്നെ ഇത് വരുന്നത് എക്സ് ആക്സിസിലായതുകൊണ്ട് ഇതിന്റെ ആക്സിസ് വന്നിട്ട് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസിന് പാരലലുമായിട്ടുമാണ്. ഇനി ലാറ്റസ് റെക്റ്റം പരാബോളയുടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4a എന്ന് പറയുന്നതാണ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ വരുന്നത്. അത് 4 പരാബോള വരുന്ന സമയത്തും അതിന്റെ ലാറ്റസ് റെക്റ്റത്തിൽ ചേഞ്ച് ഇല്ല, അത് 4a തന്നെയാണ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പരാബോള വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പരാബോള ലെഫ്റ്റ് സൈഡ് വരുന്ന പരാബോളയാണ് കൊടുത്തിരിക്കുന്നത്. അതും സെയിം. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡാ പഠിച്ചത്, അതേ ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ കുറച്ചു മുന്നിൽ റൈറ്റ് സൈഡ് വന്നപ്പോൾ, അതായത് പോസിറ്റീവ് സൈഡ് ആണ് നമ്മുടെ, അത് വന്നപ്പോൾ നമ്മൾ 4ax ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് സൈഡ് വരുമ്പോൾ -4ax ആണ് നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ വരുന്നത്. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോം, വൈ സ്ക്വയർ ഈക്വൽ ടു -4ax.
ഇനി അതിന്റെ ഫോക്കസ് നോക്ക്, നെഗറ്റീവ് സൈഡ് ആയതുകൊണ്ട് -a,0 ആണ് അതിന്റെ ഫോക്കസ്. അതുപോലെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 0 തന്നെയാണ്. ഡയറക്ട്രിക്സ് പോസിറ്റീവ് സൈഡ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് x=a എന്ന് പറയുന്ന വാല്യൂ വന്നത്. ലാറ്റസ് റെക്റ്റത്തിൽ ചേഞ്ച് ഇല്ല. ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പരാബോള എന്ന് പറയുന്നത്. ഇതില് മുകൾ ഭാഗത്തോട്ട്, ഇപ്പൊ നമ്മൾ ലെഫ്റ്റും റൈറ്റും ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അപ്വാർഡ് ആണ് വരുന്നത്, മുകൾ ഭാഗത്തിലോട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് അത് വരുന്നത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ എക്സ് ആക്സിസിന് ടച്ച് ചെയ്തിട്ടാവുമ്പോ നമ്മുടെ ഇക്വേഷൻ വരുന്നത് x², മോളിക്ക് ആകുമ്പോ x² 4ay. നമ്മൾ y² എന്ന് പറയുന്ന ടേമിൽ എഴുതിയപ്പോ 4ax ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. x² ടേമിൽ എഴുതുന്ന സമയത്ത് 4ay ആണ് വരിക കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ വന്നിട്ട് x² 4ay എന്ന് പറയുന്നതാണ് നമ്മുടെ അപ്വേർഡ് ആയിട്ടുള്ള ഒരു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് ഫോക്കസ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്. വെർട്ടെക്സ് എല്ലാറ്റിലും 0 0 തന്നെയാണ്. ഫോക്കസ് എന്ന് പറയുന്നത് 0,a ആണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. കാരണം y ആക്സിസിലാണ് പോയിന്റ് വരുന്നത്. y ആക്സിസിൽ ഫോക്കസ് വരുന്ന സമയത്ത് നമുക്കറിയാം y ആക്സിസിൽ ഒരു പോയിന്റ് വന്നാൽ അതിന്റെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് കുറച്ച് മുന്നേ ചെയ്ത നമ്മുടെ ലെഫ്റ്റിന്റെ കേസിലും റൈറ്റിന്റെ കേസിലും പരാബോള വരുന്നത്, ഫോക്കസ് വരുന്നത് നമുക്ക് എക്സ് ആക്സിസിലാണ് ഫോക്കസ് വരുന്നത്. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് വന്നാൽ അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ a,0 എന്നും അപ്വേർഡും ഡൗൺവേർഡുമാണ് വരുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് y ആക്സിസിലാണ് നമ്മുടെ ഫോക്കസ് വരുന്നത്. അപ്പൊ അതിന്റെ x കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ഇവിടെ 0,a എന്ന് പറയുന്നതാണ് ഫോക്കസ്. ഇനി ഡയറക്ട്രിക്സ് വരുന്നത്, അത് y ആക്സിസില് x ആക്സിസിന് പാരലൽ ആയിട്ട് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ y -a. ഇനി ഇക്വേഷൻ ഓഫ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അത് 4a തന്നെയാണ് നമ്മുടെ ലാറ്റസ് റെക്റ്റത്തിന്റെ. ഇനി ഏറ്റവും ലാസ്റ്റ് നാലാമത്തതാണ് നമ്മുടെ ഡൗൺവേർഡ് പരാബോള എന്ന് പറയുന്നത്. അത് x², അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല താഴത്തെ സൈഡ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ടാണ് വന്നിരിക്കുന്നത്. x² -4ay എന്ന് പറയുന്നതാണ് നമ്മുടെ അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. ഇതില് നമ്മൾ ഇതേ പറഞ്ഞ പോലെ ഫോക്കസ് ഉണ്ട്, ലാറ്റസ് റെക്റ്റം ഉണ്ട്, അതുപോലെ ഡയറക്ട്രിക്സ് ഉണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് 0,-a ആണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y=a ആണ് എടുത്തിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി ലാറ്റസ് റെക്റ്റം 4 പരാബോളയിലും 4a തന്നെയാണ്. അപ്പോ നമ്മൾ 4 ടൈപ്പ് പരാബോളയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതില് ഒന്നുകൂടെ നമ്മൾക്ക് പറയാം. ഫസ്റ്റ് ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് പഠിച്ച പരാബോള. ഈ പരാബോളയുടെ ഇക്വേഷൻ വരുന്നത് y² 4ay എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. ഇതിന്റെ ഫോക്കസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോക്കസ് എന്ന് പറയുന്നത് a,0 ആണ്. ഇതിന്റെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ വരുന്നത് x=, ഡയറക്ട്രിക്സിന്റെ ഫോർമുല x=-a എന്ന് പറയുന്നതായിരുന്നു. ഈ 3 കാര്യമാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് അറിയേണ്ട കാര്യം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിച്ചതായിരുന്നു ലെഫ്റ്റ് സൈഡ് വരുന്നത്. ഇതിന്റെ ഇക്വേഷൻ y² 4, ഇവിടെ x ആണ് കേട്ടോ,
4ax എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നെഗറ്റീവ് സൈഡ് വരുന്നതുകൊണ്ട് മൈനസ് ആണ് വരാം. ഇനി ഇതിന്റെ ഫോക്കസ് നമുക്കുണ്ട്. ഫോക്കസ് എന്ന് പറയുന്നത് -a,0 ആണ് ഇതിന്റെ ഫോക്കസ്. അതുപോലെ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ x +a. ഇനി ലാറ്റസ് റെക്റ്റം, ഈ 4 പരാബോളയുടെ കേസിലും ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 4a ആണ്. 4 കേസിലും 4 പരാബോളയിലും ലാറ്റസ് റെക്റ്റം വരുന്നത്. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് പഠിച്ചതാണ് അപ്വേർഡ് വരുന്ന കേസ്. അപ്വേർഡ് വരുന്ന സമയത്ത് ഇക്വേഷൻ വന്നിട്ട് x² = 4ay ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഫോക്കസ് എന്ന് പറയുന്നത് 0,a ആണ് ഫോക്കസ്. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y = -a ആണ് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. അതേപോലെ ലാറ്റസ് റെക്റ്റം 4a തന്നെയാണ്. ഇനി നമ്മൾ പഠിച്ചതാണ് ലാസ്റ്റ് കേസ്, ഡൗൺവേർഡ്, താഴത്തോട്ടുള്ള പരാബോള. അതിന്റെ ഇക്വേഷൻ x² = -4ay എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അതിൽ ഫോക്കസ് എന്ന് പറയുന്നത് 0,-a ആണ്. നമ്മുടെ y = ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ y = +a. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 4 പരാബോളയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് ഇക്വേഷൻസും കാര്യങ്ങളും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണതിന് പകരം നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ റൈറ്റ് സൈഡ് വരുന്നത്. അതേപോലെ തന്നെ അപ്വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡൗൺവേർഡ് വരുന്നത്. സൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് പെട്ടെന്ന് കൺഫ്യൂഷൻ കൂടാണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് ബേസ് ചെയ്ത് നമുക്ക് വരുന്ന പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോക്കസ് ആക്സിസ്, ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തൊക്കെ കണ്ടുപിടിക്കണം ക്വസ്റ്റ്യനില്? ഫോക്കസ് കണ്ടുപിടിക്കണം, അതുപോലെ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കണം, ലാറ്റസ് റെക്റ്റം ഓഫ് ദി പരാബോള അതും കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ഒരു പരാബോളയുടെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വേഷൻ y² = 8x എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം ഈ പരാബോള ഏതാണെന്ന്. y² വരുന്നത്, y² = നമ്മുടെ ഇക്വേഷൻ എന്താ? 4. ഇവിടെ നെഗറ്റീവ് ഒന്നും വരാത്തത് കൊണ്ട് 4ax എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് പരാബോള ഏതാണ്? ഈ സൈഡിലോട്ട് വരുന്ന, റൈറ്റ് സൈഡിലോട്ട് വരുന്ന ഈ പരാബോളയുടെ ഇക്വേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് കണ്ടുപിടിക്കണം. ഫോക്കസ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ, ഫോക്കസ് നമുക്കറിയാം f ഇതിൽ a,0 ആണ് ഫോക്കസ്. അപ്പൊ a എന്ന് പറയുന്ന ടേം എത്രയാന്ന് അറിയണം. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് തരുന്ന ഇക്വേഷൻ കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ 8x തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ 4ax ആണ് കിടക്കുന്നത്. അപ്പൊ ഈ 4a പ്ലേസിലാണ് നമ്മുടെ ഈ 8 കിടക്കുന്നത്. അപ്പൊ 4a = 8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ a = ഈ ഇൻറ്റു 4നെ =ന്റെ അപ്പുറത്ത് കൊണ്ടുവന്ന a/4, a വാല്യൂ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫോക്കസ് കിട്ടി. ഫോക്കസ് എന്ന് പറയുന്നത് 2,0 ആണ്. ഇനി ആക്സിസ് അറിയണം. ഇത് എക്സ് ആക്സിസിൽ, നമുക്ക് നമ്മുടെ ഫിഗർ വരുന്നത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിട്ടാണ്. അപ്പൊ ആക്സിസ് വരുന്നത് എക്സ് ആക്സിസ് ആണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം x = -a ആണ് ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ x = a എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ -2, x = -2 ആണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അറിയേണ്ടത് ലാറ്റസ് റെക്റ്റം ആണ്. ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ വന്നിട്ട് 4a ആണ് ലാറ്റസ് റെക്റ്റത്തിന്റെ ഇക്വേഷൻ. അതിൽ നമുക്ക് 4 × a വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. a × 2 = 8 ആണ് ലാറ്റസ് റെക്റ്റം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് നമ്മുടെ 4 പരാബോളയിൽ ഏത് ഇക്വേഷനാണ് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ കണ്ടുപിടിക്കണതിന് ഇക്വേഷൻസ് നമ്മുടെ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏതാണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ഡയറക്ട്രിക്സ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഒരു ഫിഗർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇക്വേഷൻ കിട്ടിയാൽ ഫിഗർ അറിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിയിലത്തെ ഫോക്കസും അതുപോലെ ഡയറക്ട്രിക്സും ലാറ്റസ് റെക്റ്റും ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും, പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതിനാണ് ഇക്വേഷൻസ് തറോ ആയിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം, നമുക്ക് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പരാബോള. തിരിച്ച് നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് ഫോക്കസ് നമുക്ക് അവർ തന്നിട്ടുണ്ട് 6,0. അപ്പൊ ഫോക്കസ് നമുക്ക് തന്നിരിക്കുന്നത് എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 6,0 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം 6 ആണ് വരുന്നത് പോസിറ്റീവ് വാല്യൂ. അപ്പൊ ഇവിടെ A,0 ആണ് ഫോക്കസ് വരുന്നത്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി എക്സ് ഇസ് ഈക്വൽ ടു -6 ആണ് വന്നിരിക്കുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു -a എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയറക്ട്രിക്സ് വരുന്നത്. അപ്പൊ നമ്മുടെ ഫിഗർ ഏതാണ് വരിക? ഇതാണ്, ഈ പരാബോളയാണ് നമ്മുടെ ഫിഗർ. അപ്പൊ അതിന്റെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല നമുക്കറിയാം, y² ഇസ് ഈക്വൽ ടു 4ax. അതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ആ ഫോർമുല നമ്മൾ എഴുതി. അതിൽ y² ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എയുടെ വാല്യൂ നമുക്കറിയാം 6 ആണ്. 6 ഇൻറ്റു എക്സ്, 6 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും? 24 എന്ന് കിട്ടും. അപ്പൊ y² ഇസ് ഈക്വൽ ടു 24. അതാണ് ഈ ക്വസ്റ്റ്യന്റെ നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ. y² ഇസ് ഈക്വൽ ടു 24x. കുറച്ച് മുന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് y² ഇസ് ഈക്വൽ ടു 8x എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് ഫോക്കസും ലാറ്റസ് റെക്റ്റവും അതുപോലെ ഡയറക്ട്രിക്സും ഒക്കെ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഫോക്കസും തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനും നമുക്ക് തന്നിട്ടുണ്ട്. പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോർമുല യൂസ് ചെയ്ത് ഏത് പരാബോളയാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഇക്വേഷൻ ഏതായിരുന്നു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അടുത്ത ടോപ്പിക്കാണ് എലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സർക്കിൾ കഴിഞ്ഞു, അതുപോലെ പരാബോള കഴിഞ്ഞു. ഇനി വരുന്ന ടോപ്പിക്കാണ് എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ ഈ എലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിയർ, ഈ ഒരു ഷേപ്പ്, കോഴിമുട്ടയുടെ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഇതാണ് നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ എലിപ്സിലും ഇതുപോലെ നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിൽ ആദ്യത്തെ ടേം ആണ് ഫോസി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ഫോക്കസ് വരുന്നുണ്ട്. അതാണ് ഇവിടെ ഫോസി എന്നുകൊണ്ട് അർത്ഥാക്കുന്നത്. ഫോക്കസിനെയാണ്. 2 ഫിക്സഡ് പോയിന്റ്സ് ആണ് എലിപ്സിലുള്ളത്. അതാണ് നമ്മൾ F1, F2 ഫിഗറിൽ F1ഉം F2ഉമായിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്റർ എന്ന് പറയുന്നത് 0, എലിപ്സിന്റെ മിഡ് പോയിന്റ് ആണ്. അത് നമ്മൾ 0 എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്, O എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന 2 ആക്സിസുകളാണ് മേജർ ആക്സിസും മൈനർ ആക്സിസും. മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ലെങ്ത് കൂടിയ ഭാഗമാണ് മേജർ ആക്സിസ്. എലിപ്സിൽ A മുതൽ B വരെ, ഈ ഫിഗറിൽ A മുതൽ B വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? മേജർ ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇങ്ങനെ ഉള്ള ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ലൈനിനെ നമ്മൾ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ലൈനിനെ നമ്മൾ എടുക്കുന്നതാണ് മൈനർ ആക്സിസ്. നീളം കുറഞ്ഞ ആ ലൈനാണ് നമ്മുടെ മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ നീളം കൂടിയത് എലിപ്സിന്റെ മേജർ ആക്സിസും നീളം കുറഞ്ഞത് മൈനർ ആക്സിസുമാണ്. ഇനി വെർട്ടിസസ്, ഇവിടെ 4 വെർട്ടിസസ് ആണ് വരിക. A എന്ന് പറയുന്ന പോയിന്റില്, അതുപോലെ B എന്ന് പറയുന്ന പോയിന്റില്, പിന്നെ C എന്ന് പറയുന്ന പോയിന്റും D എന്ന് പറയുന്ന പോയിന്റും, ഇങ്ങനെ 4 പോയിന്റ് ഉണ്ട്. അതിൽ Aയും Bയും ആണ് നമ്മുടെ വെർട്ടെക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി എക്സിൻട്രിസിറ്റി, എക്സിൻട്രിസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഇതിൽ പഠിച്ച പോലെ തന്നെ, നമ്മൾ പരാബോളയുടെ കേസിൽ പഠിച്ചതുപോലെ തന്നെ C/A ആണെന്ത്? എക്സിൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എക്സിൻട്രിസിറ്റി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്.
അതുപോലെ ലാറ്റസ് റെക്ടം നമുക്കറിയാം ഈ ഒരു പോർഷൻ വരുന്നതാണ് എന്ത് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത്. എന്താണ് ലാറ്റസ് റെക്ടം, എന്താണ് മേജർ ആക്സിസ് മൈനർ ആക്സിസ് എന്ന് നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെഫിനിഷൻസ് പോലെ കാണാതെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിഗർ ആദ്യം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഫിഗർ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഈ പറയുന്ന മേജർ ആക്സിസ് ആയാലും മൈനർ ആക്സിസ് ആയാലും ലാറ്റസ് റെക്ടം ആയാലും വെർട്ടിസസ് ആയാലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി എലിപ്സ് രണ്ട് ടൈപ്പ് ആണുള്ളത്. ആ രണ്ട് ടൈപ്പിലും നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പാണ് ഫസ്റ്റത്തെ എലിപ്സ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് നമുക്ക് തന്നിരിക്കുന്നത് x² / a² + y² / b² = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല. x² / a² + y² / b² = 1. ഇനി ഇവിടെ നമുക്ക് സെന്റർ എപ്പോഴും 0 0 ആയിരിക്കും. ഇനി ഫോസി എന്ന് പറയുന്നത്, ഫോക്കസ് എന്ന് പറയുന്നത് രണ്ട് ഫോക്കസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ±c,0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ വെർട്ടിസസ് എന്ന് പറയുന്നത് എയും ബിയുമാണ് ഇവിടുത്തെ വെർട്ടിസസ് വരുന്നത്. അത് നമ്മൾ a,0യും അതുപോലെ -a,0യുമാണ് വെർട്ടിസസ് വരിക. ഈ പോയിന്റ് -a,0യും ഈ പോയിന്റ് a,0യുമാണ്. അപ്പൊ നമ്മൾ വെർട്ടിസസിനെ കോമൺ ആയിട്ട് ±a,0 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. അതുപോലെ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. ഇനി ഇവിടെ നമുക്ക് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കുന്നത് 2b² / a എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കുക. അതുപോലെ എക്സെൻട്രിസിറ്റി E കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ c/a ആണ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി നെക്സ്റ്റ് ഫിഗർ ആണ് നമ്മുടെ ഇങ്ങനത്തെ ഷേപ്പ്. കുറച്ചു മുന്നേ നമ്മൾ ഇങ്ങനെ നമ്മുടെ എക്സ് ആക്സിസിന് ഇതായിട്ടായിരുന്നു നമ്മുടെ എലിപ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ y ആക്സിസ് മേജർ ആക്സിസ് ആയിട്ടാണ് നമുക്ക് എലിപ്സ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ x² / b² + y² / a² = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത്. മേജർ ആക്സിസ് ഇവിടെ വരുന്നത് y ആക്സിസ് ആണ് മേജർ ആക്സിസ് വരുന്നത്. ഇവിടെ നമുക്ക് സെന്റർ ഇതുപോലെ 0 0 തന്നെയാണ്. ഫോസി എന്ന് പറയുന്നത് 0, ±c ആണ്. അതുപോലെ വെർട്ടിസസ് എന്ന് പറയുന്നത് 0, ±a ആണ്. പിന്നെ മേജർ ആക്സിസും മൈനർ ആക്സിസും, മേജർ ആക്സിസിന്റെ ലെങ്ത് 2aയും മൈനർ ആക്സിസിന്റെ ലെങ്ത് 2bയും. അതുപോലെ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 2b² / aയും എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/aയുമാണ്. അപ്പൊ ഈ രണ്ട് എലിപ്സും കമ്പയർ ചെയ്യണ സമയത്ത് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് രണ്ട് എലിപ്സിലും 2b² / a ആണ്. അതുപോലെ എക്സെൻട്രിസിറ്റി രണ്ട് എലിപ്സിലും എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ c/a ആണ്. അതുപോലെ എപ്പോഴും ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസിന്റെ ലെങ്ത് 2aയും മൈനർ ആക്സിസിന്റെ ലെങ്ത് 2bയുമാണ് വരാം. ഇത് നമ്മുടെ ഈ രണ്ട് എലിപ്സിന്റെ കേസിലും സെയിം ആണ് വരുന്നത്. അപ്പൊ ലാറ്റസ് റെക്ടം എലിപ്സിന്റെ ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2b² / a എന്ന് പറയുന്ന ഫോർമുലയാണ്. അതുപോലെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ളത് c/a. c എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് വരുന്നതാണ് കേട്ടോ, ഫോസി. അതുപോലെ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2aയും ലെങ്ത് ഓഫ് ദി മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2bയുമാണ്. ഇനി നമുക്ക് ഈ രണ്ട് എലിപ്സും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ എലിപ്സിന്റെ ഫിഗർ. ഇനി നമ്മുടെ രണ്ടാമത്തെ എലിപ്സ് എന്ന് പറയുന്നത്
ഇതാണ് നമ്മുടെ രണ്ടാമത്തെ എലിപ്സിന്റെ ഫിഗർ. ഇനി ഈ രണ്ട് എലിപ്സിന്റെയും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ആദ്യത്തെ എലിപ്സിന്റെ ഇക്വേഷൻ x² ഡിവൈഡഡ് ബൈ a² പ്ലസ് y² ഡിവൈഡഡ് ബൈ b² ഈക്വൽ ടു 1 ആണ് ഒന്നാമത്തെ എലിപ്സിന്റെ ഫോർമുല. ഇനി രണ്ടാമത്തെ എലിപ്സിന്റെ ഇക്വേഷൻ x² ഡിവൈഡഡ് ബൈ ആദ്യം b² വരും പ്ലസ് y² ഡിവൈഡഡ് ബൈ a² ഈക്വൽ ടു 1. ഇതാണ് രണ്ടാമത്തെ എലിപ്സിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ട കാര്യമാണ് ഫോസി. അതിലാണ് ചേഞ്ച് ആവുന്നത്. ഫോസി എന്ന് പറയുന്നത് എപ്പോഴും ആദ്യത്തെ എലിപ്സില് ±a,0 ആണ് ഫോസി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലിപ്സിന്റെ ഫോസി എന്ന് പറയുന്നത് 0, ±a എന്ന് പറയുന്നതാണ് ഫോസിയുടെ ഫോർമുല. ഇനി നമുക്ക് അടുത്തറിയേണ്ടതാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. സോറി, ഇവിടെ എ അല്ല സി ആണ് കേട്ടോ. ഫോസി വരുന്നത് ±c,0 ആണ് ഇവിടെ. ഈ ഫോർമുലയിലാണെങ്കിൽ f0, ±c എന്ന് പറയുന്നതാണ് ഫോർമുല. ഇനി നമുക്ക് വെർട്ടിസസ് ആണ് അറിയേണ്ടത്. വെർട്ടിസസ് കണ്ടുപിടിക്കാൻ വെർട്ടിസസ് എന്ന് പറയുന്നത് ആദ്യത്തേല് ±a,0 രണ്ടാമത്തേല് 0, ±a. ഈ കാര്യങ്ങൾ മാത്രം, ഈ 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒന്നാമത്തെ ഫിഗറിൽ ഇതാണ് മേജർ ആക്സിസ്, ഇതാണ് 2a എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളതാണ് മൈനർ ആക്സിസ്, ഇതാണ് 2b. ഇനി ഇവിടത്തെ കേസിൽ ഇതാണ് മേജർ ആക്സിസ്, നീളം കൂടിയതാണ് മേജർ ആക്സിസ് വരാം. അപ്പൊ ഇവിടുത്തെ y ആക്സിസിനാണ് നീളം കൂടുതൽ, അതാണ് മേജർ ആക്സിസ് വരുന്നത്. ഇതാണ് നമ്മുടെ മൈനർ ആക്സിസ്, ഇതാണ് 2b എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് ഈ രണ്ട് എലിപ്സിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഫൈൻഡ് ദ coordinates of the foci, the vertices, the length of major axis, minor axis, and the eccentricity and latus rectum of the ellipse. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 9x² പ്ലസ് 4y² ഈക്വൽ ടു 36. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു എലിപ്സിന്റെ ഫോർമുല. ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഫോസി കാണണം, അതുപോലെ വെർട്ടിസസ് കാണണം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ് കാണണം, മൈനർ ആക്സിസ് കാണണം, എക്സെൻട്രിസിറ്റി കാണണം, ലാറ്റസ് റെക്ടം കാണണം. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഇക്വേഷൻ 9x² പ്ലസ് 4y² ഈക്വൽ ടു 36. ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല നമുക്കറിയാം, ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ഏത് എലിപ്സ് ആണെന്നുണ്ടെങ്കിലും, 2 ടൈപ്പ് എലിപ്സ് ആണെന്നുണ്ടെങ്കിലും ഈക്വൽ ടു കഴിഞ്ഞിട്ട് 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെയും നമ്മുടെ ഈക്വൽ ടു കഴിഞ്ഞിട്ട് 36 ആണ് കിടക്കുന്നത്, അതിനെ 1 കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് ഈ ഇക്വേഷന് 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷന് 36 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണ സമയത്ത് 9x² ഡിവൈഡഡ് ബൈ 36 കട്ട് ചെയ്ത് ചെറുതാക്കണ സമയത്ത് x² ഡിവൈഡഡ് ബൈ 9, 9 ഇവിടെ 4 ടൈംസ് പോവും, അപ്പൊ ഇവിടെ 4 എന്ന് കിട്ടും. പ്ലസ് അടുത്തത് 4 ഇവിടെ 9 ടൈംസ് ആണ് പോവുക, അപ്പൊ y² ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 36, നമ്മുടെ ഫോർമുല 1 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി. x² ഡിവൈഡഡ് ബൈ 4 പ്ലസ് y² ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമുക്ക് ഫോർമുല തന്നിരിക്കുന്നത്. എപ്പോഴും വലിയ വാല്യൂവിനാണ് നമ്മൾ a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് വലുത് ഏതാണ്? 9 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ x² ഡിവൈഡഡ് ബൈ ഇവിടെ b² എന്നാവും, പ്ലസ് y² ഡിവൈഡഡ് ബൈ, കാരണം ഇവിടെ 9 ആയതുകൊണ്ട് രണ്ടാമത്തേനാണ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, a² ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ എലിപ്സ് വരാ. ഈ എലിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഫിഗർ വരാ. അപ്പൊ ഇതിന്റെ നമുക്കറിയാം മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്,
മൈനർ ആക്സിസ് 2B ആണ്. ഫോസി എന്ന് പറയണത് ഫോക്കസ് എന്ന് പറയണത് 0, ±C ആണ്. അതുപോലെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0, ±A ആണ്. അതുപോലെ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എക്സെൻട്രിസിറ്റി പിന്നെ നമുക്കറിയാം E=C/A ആണ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 2B² ഡിവൈഡഡ് ബൈ A ആണ്. അപ്പൊ ഇതിൽ C എന്ന് പറയുന്ന ടേം നമുക്കറിയണം, അതുപോലെ A എന്ന് പറയുന്ന ടേം നമുക്കറിയണം. അപ്പൊ ഇവിടെ നോക്കി നോക്ക്, 9 A² പ്ലേസിൽ ഇവിടെ 9 ആണ് കിടക്കുന്നത്. അപ്പൊ A² ആണ് 9. അപ്പൊ A എന്തായിരിക്കും? 3 ആണ് വരാം. അപ്പൊ ഇവിടുന്ന് വെർട്ടെക്സ് നമുക്ക് കിട്ടി. വെർട്ടെക്സ് എന്ന് പറയുന്നത് 0, ±3 എന്ന് കിട്ടും. വെർട്ടെക്സ് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് C ആണ്. C കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. C കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് C √A² - B². ഇതാണ് നമുക്ക് C കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ √A². നമുക്കറിയാം 9 ആണ്. B² അറിയാം, B² 4 ആണെന്നറിയാം. അപ്പൊ √5 എന്ന് കിട്ടും. അപ്പൊ സിയുടെ വാല്യൂ √5 ആണ്. അപ്പൊ ഫോക്കസ് നമുക്ക് കിട്ടി 0, ±√5 എന്ന് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്. A നമുക്കറിയാം 3 ആണ്. അപ്പൊ 2 × 3 ചെയ്യണ സമയത്ത് നമുക്ക് മേജർ ആക്സിസ് 6 എന്ന് കിട്ടും. അതുപോലെ മൈനർ ആക്സിസ് ഇവിടെ B² എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ബിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ 2 × 2 4 എന്ന് നമുക്ക് മൈനർ ആക്സിസ് കിട്ടി. ഇനി ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2 × B² നമുക്കറിയാം 4 ഡിവൈഡഡ് ബൈ A അറിയാം 9 ആണ്. ഇത് ചെയ്യണ സമയത്ത് നമുക്ക് 8/9 എന്ന് കിട്ടും. A നമുക്ക് 3 ആണെന്നറിയാം. അപ്പൊ 8/3 എന്ന് നമുക്ക് ലാറ്റസ് റെക്റ്റം കിട്ടും. അതുപോലെ എക്സെൻട്രിസിറ്റി √5 ആണ്. √5 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ 3 ആണ്. അപ്പൊ √5/3 ആണ് എന്ത്? എക്സെൻട്രിസിറ്റി വരാം. അപ്പൊ ആദ്യം നമ്മള് അതിന്റെ ഫോർമുലേനെ 1 ചിലപ്പോ നമുക്ക് നേരിട്ട് ഫോർമുല രൂപത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. തരാതെ നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ =1 അല്ലാണ്ട് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ത്രൂ ഔട്ട് ആ =ന്റെ അപ്പുറത്തുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ജനറൽ സ്റ്റാൻഡേർഡ് ഫോർമുലോട്ട് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ രണ്ടാമതാണ് വലിയ നമ്പർ കിടക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫിഗർ അതാണ് നമ്മൾ A ആയിട്ട് എടുക്കേണ്ടത്. ആദ്യം വലിയ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് x² ഡിവൈഡഡ് ബൈ 9 പ്ലസ് y² ഡിവൈഡഡ് ബൈ 4 =1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ ആദ്യം വരുന്നത് 9 ആണ്. വലിയ നമ്പർ ഇവിടെയാണ് വരുന്നത്. അപ്പൊ വലിയ നമ്പർ ആണ് A വരാം. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് x² ഡിവൈഡഡ് ബൈ A² പ്ലസ് y² ഡിവൈഡഡ് ബൈ B² =1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല വരാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഫോക്കസ്, അതുപോലെ ലാറ്റസ് റെക്റ്റം, എക്സെൻട്രിസിറ്റി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ, നമ്മൾ എലിപ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കണം. പകരം അവർ തന്നിരിക്കുന്നത് വെർട്ടിസസും തന്നിട്ടുണ്ട്, ഫോസിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 0, ±- എന്ന് പറഞ്ഞാൽ തന്നിരിക്കണം. അപ്പൊ തന്നെ നമുക്ക് ഫിഗർ ഏതാന്ന് ഒരു ഐഡിയ കിട്ടി. നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു എലിപ്സ് ആണ് വരാം. അപ്പൊ ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് x² ഡിവൈഡഡ് ബൈ B² പ്ലസ് y² ഡിവൈഡഡ് ബൈ A² =1 ആണ്. ഇതില് എയും ബിയും നമുക്ക് അറിയണം, എന്നാലല്ലേ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിലിവിടെ വെർട്ടിസസ് നമുക്ക് തന്നിട്ടുണ്ട്. വെർട്ടിസസ് നമുക്കറിയാം 0, ±A ആണ് നമ്മുടെ വെർട്ടിസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 0, ±6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് y² ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് 6² അപ്പൊ 36 എന്ന് കിട്ടി. ഇവിടെ =1. ഇനി നമുക്ക് x² ഡിവൈഡഡ് ബൈ ഈ B², അതായത് B നമുക്ക് എത്രയാന്ന് അറിയണം. അപ്പൊ B അറിയില്ല. പകരം നമുക്ക് അവർ തന്നിരിക്കുന്നത് ഫോക്കസ് തന്നിട്ടുണ്ട് 0,
ഫോർ സി 0, പ്ലസ് ഓർ മൈനസ് സി ആണ് വരാ. അപ്പൊ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 4 ആണ്. സി നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. നമ്മുടെ ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു, അതായത് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ബി സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ നമുക്കറിയാം 36 ആണെന്നറിയാം. സി സ്ക്വയർ എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ 4 ആണ്. അപ്പൊ 4 സ്ക്വയർ 16. അപ്പൊ മൈനസ് ചെയ്യണ സമയത്ത് നമുക്ക് 20 എന്ന് കിട്ടും. അപ്പൊ ബി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? 20 എന്ന് എഴുതാം. അപ്പൊ ഇക്വേഷൻ എക്സ് സ്ക്വയർ ബൈ 20 പ്ലസ് വൈ സ്ക്വയർ ബൈ 36 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. വേറൊരു പ്രോബ്ലം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോസി, വെർട്ടിസസ്, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്ടം ഓഫ് ദി എലിപ്സ്. ഒരു എലിപ്സിന്റെ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് ആ എലിപ്സിന്റെ ഫോസി കണ്ടുപിടിക്കണം, വെർട്ടിസസ് കണ്ടുപിടിക്കണം, മേജർ ആക്സിസ് കാണണം, മൈനർ ആക്സിസ്, അതുപോലെ എക്സെൻട്രിസിറ്റിയും ലാറ്റസ് റെക്ടവും കണ്ടുപിടിക്കണം. അത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫോർമുല. അപ്പൊ അതിൽ വലിയ നമ്പർ കിടക്കുന്നത് എക്സ് സ്ക്വയറിന്റെ അടിയിലാണ്. അപ്പൊ വലിയ നമ്പർ ആണ് നമ്മൾ എ ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ആദ്യം ഇക്വേഷൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഈ ഇക്വേഷൻ ആവുമ്പോൾ ഇതിന്റെ ഫിഗർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഫിഗർ വരാം. ഇതിൽ നമുക്ക് അറിയേണ്ട കാര്യം മേജർ ആക്സിസ് എന്താണെന്ന് അറിയണം, മൈനർ ആക്സിസ് എന്താണെന്ന് അറിയണം. മേജർ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2a ആണ്. അതിൽ എ സ്ക്വയർ ആണ് 25. അപ്പൊ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ 2 × 5 ചെയ്യുമ്പോൾ 10 ആണ് എന്ത് വരാ? മേജർ ആക്സിസ് വരാം. ഇനി മൈനർ ആക്സിസ് ബി സ്ക്വയർ ആണ് 9. അപ്പൊ ബി എന്താ വരാ? 3. 2b ആണ് മൈനർ ആക്സിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ 2 × 3 ചെയ്യുമ്പോൾ 6 ആണ് എന്ത് വരാം? മൈനർ ആക്സിസ് വരാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം, ഫോസി കണ്ടുപിടിക്കണം, വെർട്ടിസസ് കണ്ടുപിടിക്കണം. ഈ ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫോസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് സി ബൈ എ ആണ്. അതിൽ സി നമുക്ക് അറിയില്ല. അപ്പൊ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ നമുക്കറിയാം 25 ആണ്, ബി സ്ക്വയർ അറിയാം 9 ആണ്. അപ്പൊ 25-ൽ നിന്ന് 9 മൈനസ് ചെയ്താൽ 16 എന്ന് കിട്ടും. 4 എന്ന് ആൻസർ വരും. അപ്പൊ സി 4 ആണ് കിട്ടി. അപ്പൊ നമുക്ക് ഫോസി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4,0 എന്ന് കിട്ടും. ഇനി വെർട്ടിസസ് ആണ് അറിയേണ്ടത്. വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a,0 ആണ്. ഇവിടെ എയുടെ വാല്യൂ 5 ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് 5,0 എന്ന് കിട്ടും. ഇനി ഇയും അറിയാം, എയും അറിയാം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു സി ബൈ എ ആണ്. അപ്പൊ സി 4 ആണ്, എ 5 ആണ്. അപ്പൊ 4/5 ആണ് എക്സെൻട്രിസിറ്റി. ഇനി നമുക്ക് ഇതിൽ അറിയേണ്ടത് ലാറ്റസ് റെക്ടം ആണ്. ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ 2b സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ആണ് ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ 2 × ബി സ്ക്വയർ 9 ആണെന്നറിയാം, ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ 2 × 9 18 ഡിവൈഡഡ് ബൈ 5 ആണ് ലാറ്റസ് റെക്ടം വരാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മള് സർക്കിള് കഴിഞ്ഞു, പരാബോള കഴിഞ്ഞു, അതുപോലെ എലിപ്സും കഴിഞ്ഞു. സർക്കിളിൽ നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇക്വേഷൻ തന്നിട്ട് നമ്മൾ അതിലത്തെ ടേംസ് കണ്ടുപിടിക്കുന്നതും പഠിച്ചു, ടേംസ് തന്നിട്ട് ഇക്വേഷൻ കാണാനും പഠിച്ചു. അതേപോലെ നമ്മൾ പരാബോള പഠിച്ചു. രണ്ടാമത് പരാബോളയിൽ 4 ടൈപ്പ് പരാബോളയാണ് പഠിച്ചത്. ആ 4 പരാബോളയുടെയും സ്റ്റാൻഡേർഡ് ഇക്വേഷനും അതിൽ വരുന്ന ടേംസും നമ്മൾ പഠിച്ചു. അത് നമുക്ക് ഇക്വേഷൻ തന്നിട്ട്, പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ട് ടേംസ് കണ്ടുപിടിക്കാനും ഉണ്ടായിരുന്നു, ടേംസ് തന്നിട്ട് പരാബോളയുടെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു.
അതേപോലെ മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് എലിപ്സ് എന്ന് പറയുന്ന ടോപ്പിക്. 2 ടൈപ്പ് എലിപ്സ് ആണുള്ളത്. ആ എലിപ്സിൽ നമ്മൾ 2 ടൈപ്പിന്റെയും സ്റ്റാൻഡേർഡ് ഫോർമുലയും അതിന്റെ ടേംസും നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടേംസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നിട്ട് ടേംസ് കാണാനും ടേംസ് തന്നിട്ട് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും നമ്മൾ അങ്ങനത്തെ ടൈപ്പിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കോണിക് സെക്ഷന്റെ ഏറ്റവും 4ാമത്തെ സെക്ഷൻ വരുന്നതാണ് ഹൈപ്പർബോള എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ ഹൈപ്പർബോള ഇതുപോലെ 2 സെക്ഷൻ ആയിട്ടാണ് ഉള്ളത്. അതില് നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മുടെ എലിപ്സും ഹൈപ്പർബോളയും നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. എലിപ്സ് അറിയുന്ന ഒരാൾക്ക് ഹൈപ്പർബോളയും സുഖമായിട്ട് പഠിക്കാം. അതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x² / a² - y² / b² = 1 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. നമ്മൾ എലിപ്സിൽ പ്ലസ് ആയിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്, ഇവിടെ മൈനസ് ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഫിഗർ നോക്കാം. ഇതാണ് ഹൈപ്പർബോളയുടെ ഫിഗർ. അതിന് 2 സെന്റർ ഉണ്ട്, അതുപോലെ വെർട്ടീസസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല x² / a² - y² / b² = 1 ആണ്. അതിനൊരു സെന്റർ ഉണ്ട്. ആ സെന്റർ എപ്പോഴും 0, 0 ആണ്. ഫോസി നെഗറ്റീവ് സൈഡും ഫോസി വരുന്നുണ്ട്, പോസിറ്റീവ് സൈഡും ഫോസി വരുന്നുണ്ട്. അപ്പൊ +/- c,0 ആണ് ഫോസി. നമ്മുടെ ഫസ്റ്റത്തെ എലിപ്സിന്റെ അതേ ഇക്വേഷൻസ് തന്നെയാണ് വരുന്നത്. വെർട്ടീസസ് ആണെന്നുണ്ടെങ്കിലും +/- a,0. മേജർ ആക്സിസിന് പകരം ഇവിടെ വരുന്നത് ട്രാൻസ്വേഴ്സ് ആണ്. ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസുമാണ് വരാം. ആ നീളം കൂടിയതാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇങ്ങനെ വരുന്നതാണ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. ലാറ്റസ് റെക്ടം എന്ന് പറയുന്നതും എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നതും എലിപ്സിന്റെ കേസിലും ഹൈപ്പർബോളയുടെ കേസിലും സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എലിപ്സിന്റെ കേസിൽ മേജർ ആക്സിസ്, മൈനർ ആക്സിസ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസ്, കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നു. ഇക്വേഷൻസിലൊന്നും ചേഞ്ച് ഇല്ല. അതുപോലെ സ്റ്റാൻഡേർഡ് ഫോർമുല മാത്രം എലിപ്സിന്റെ ഇക്വേഷനിൽ പ്ലസ് വരുന്നിടത്ത് ഹൈപ്പർബോളയുടെ ഇക്വേഷനിൽ നെഗറ്റീവ് വരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫോസിയും വെർട്ടിസസ് ഒക്കെ സെയിം തന്നെയാണ്. അടുത്തതാണ് ഇനി രണ്ടാമത്തതാണ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ആക്സിസിൽ ഇവിടെ മോളത്തെ ടേംസ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. y² / a² - x² / b² = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ടേം. ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. അപ്പർ പാർട്ടും ഡൗൺ പാർട്ടുമാണ് വരുന്നത്. മോളത്തെ ടേം x²നെയും y²നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടാണ് ചെയ്തത് നമ്മൾ. ഇനി അതിന്റെ ഫോസി നമ്മുടെ രണ്ടാമത് എലിപ്സിൽ പഠിച്ച അതേ ഫോർമുലാസ്, രണ്ടാമത്തെ ഫിഗറിന്റെ ഫോർമുലാസ് ആണ് നമ്മൾ ഇതിൽ വരുന്നത്. അതേപോലെ ഫോസി എന്ന് പറയുന്നത് 0, ± c ആണ്. വെർട്ടിസസ് എന്ന് പറയുന്നത് 0, ± a ആണ്. അതുപോലെ ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസും സെയിം തന്നെയാണ്, 2a, 2b. അതുപോലെ ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 2b² / a ആണ്. എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് c/a ആണ്. ഇനി നമുക്ക് 2 ഫിഗറും പാടെ, 2 എലിപ്സും പാടെ, 2 ഹൈപ്പർബോളയും പാടെ കമ്പയർ ചെയ്യാം. ആദ്യത്തെ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ, അതായത് എക്സ് ആക്സിസിൽ വരണ സമയത്ത് എക്സ് ആക്സിസും വരുന്നുണ്ട്, വൈ ആക്സിസും വരുന്നുണ്ട്. എക്സ് ആക്സിസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഫിഗർ വരുന്നത് ഇവിടെ ഒരു എലിപ്സ്, ഇങ്ങോട്ട് ഇതാണ് ഹൈപ്പർബോള. എലിപ്സ് അല്ല, സോറി, ഹൈപ്പർബോള. ഇതാണ് എക്സ് ആക്സിസിന്റെ ഹൈപ്പർബോളയുടെ ഫിഗർ. ഇനി വൈ ആക്സിസിന്റെ ഹൈപ്പർബോള ആണെന്നുണ്ടെങ്കിൽ ഇതാണ് വൈ ആക്സിസിന്റെ ഹൈപ്പർബോളയുടെ ഫിഗർ. ഇനി രണ്ടിന്റെയും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ഇത് x² / a² - y² / b²
സി ഈക്വൽ ടു 1 ആണ് ഫോർമുല. ഇനി രണ്ടാമത്തെ എലിപ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം y² ഡിവൈഡഡ് ബൈ a² മൈനസ് x² ഡിവൈഡഡ് ബൈ b² സി ഈക്വൽ ടു 1 ആണ്. ഇനി ഇതിന്റെ ഫോസി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി കോമ 0 ആണ്. ഇതിന്റെ ഫോസി എന്ന് പറയുന്നത് 0 കോമ പ്ലസ് ഓർ മൈനസ് സി ആണ്. ഇനി ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ കോമ 0 ആണ്. ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് 0 കോമ പ്ലസ് ഓർ മൈനസ് എ ആണ്. ഇതാണ് നമുക്ക് ഇതിന്റെ ജനറൽ ആയിട്ട് രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വരുന്ന ലാറ്റസ് റെക്റ്റം ആണെന്നുണ്ടെങ്കിലും എക്സെൻട്രിസിറ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ മേജർ ആക്സിസിന് പകരം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ്. അതുപോലെ കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2b² ഡിവൈഡഡ് ബൈ a ആണ്. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ c/a ആണ്. ഈ ഇക്വേഷൻസ് 4 നമ്മുടെ എലിപ്സിന്റെ കേസിലും ഹൈപ്പർബോളയുടെ കേസിലും സെയിം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് സെപ്പറേറ്റ് പഠിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് അതിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഫോസി, ദ വെർട്ടിസസ്, ദ ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ്, കോൺജുഗേറ്റ് ആക്സിസ് ആൻഡ് എക്സെൻട്രിസിറ്റി ആൻഡ് ലാറ്റസ് റെക്റ്റം ഓഫ് ദി ഹൈപ്പർബോള. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇതിൽ നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കണം. നമുക്ക് ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x² ഡിവൈഡഡ് ബൈ 9 മൈനസ് y² ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ വലുതും ചെറുതും നോക്കിയിട്ടല്ല, മുകളിലത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ്. x² മുകളിൽ വരുമ്പോ x² ഡിവൈഡഡ് ബൈ a² മൈനസ് y² ഡിവൈഡഡ് ബൈ b² ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല വരുന്നത്. അപ്പൊ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ എലിപ്സ് ഹൈപ്പർബോള വരുന്നത്. ഇനി ഇതിന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോസി കാണാനാണ്. അത് അവർ ആദ്യം പറയുന്നത്. ഫോസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്ലസ് ഓർ മൈനസ് സി കോമ 0. അതിന് നമുക്ക് സി അറിയണം. സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a² മൈനസ് b² ആണ്. അപ്പൊ എയുടെ സ്ഥാനത്ത് 9ഉം അതുപോലെ ബിയുടെ സ്ഥാനത്ത് നമുക്ക് 16ഉമാണ്. ഇവിടെ സി കണ്ടുപിടിക്കാൻ നമ്മൾ എലിപ്സിന്റെ കേസിൽ സി ഇസ് ഈക്വൽ ടു റൂട്ട് a² മൈനസ് b² ആയിരുന്നു. എന്നാൽ ഇവിടെ സി കണ്ടുപിടിക്കാൻ, ഹൈപ്പർബോളയുടെ കേസിൽ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a² പ്ലസ് b² ആണ്. അപ്പൊ 9 പ്ലസ് 16 റൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് 25 ഈക്വൽ ടു 5 എന്ന് നമുക്ക് സി കിട്ടും. അപ്പൊ പ്ലസ് ഓർ മൈനസ് 5,0 ആണ് ഫോസി വരാം. ഇനി വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് a,0. അതിൽ എയുടെ വാല്യൂ നമുക്കറിയാം. a² 9 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ പ്ലസ് ഓർ മൈനസ് 3,0. ഇനി എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എക്സെൻട്രിസിറ്റി c/a ആണ്. സി നമുക്ക് 5 ആന്ന് കിട്ടിയിട്ടുണ്ട്, a 3 ആണെന്നറിയാം. അപ്പൊ 5/3 ആണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a ആണ്. അപ്പൊ 2 ഇൻറ്റു a എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 2 ഇൻറ്റു 3 6 ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇനി കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ 2 ഇൻറ്റു b എന്ന് പറയുന്നത് b² 16 ആണ്. അപ്പൊ b എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 2 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 8 ആണ് എന്ത് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ലാറ്റസ് റെക്റ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. 2b² ഡിവൈഡഡ് ബൈ a. അപ്പൊ 2 ഇൻറ്റു b² എന്ന് പറയുന്നത് 16 ആണ്. ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് 3 ആണ്. 2 ഇൻറ്റു 16 32 ഡിവൈഡഡ് ബൈ 3 ആണ് എന്ത് നമ്മുടെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഇക്വേഷൻ, നമുക്ക് ഫോസിയും അതുപോലെ ലാറ്റസ് റെക്റ്റം ഒക്കെ കണ്ടിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനും തിരിച്ചും ചോദിക്കാം പ്രോബ്ലം. അപ്പൊ ഇതാണ് നമുക്ക് ഈ ക്ലാസ്സിൽ 4 ടൈപ്പില് 4 ടൈപ്പ് നമ്മൾ
കോണിക് സെക്ഷൻസ് പഠിച്ചത്. ഈ 4 ടൈപ്പും കറക്റ്റായിട്ട് ഫിഗർ അടക്കം മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഇക്വേഷൻസ് പഠിക്കണ സമയത്ത് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ പെട്ടെന്ന് നിൽക്കുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടണ സമയത്ത് പെട്ടെന്ന് നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. PSC ലെവലിൽ നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ എലിപ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ +2 ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള എക്സാംസിനൊക്കെ ഈ ഒരു പോർഷൻസിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.